പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ഒറ്റപ്പാലം നഗരസഭയിൽ ചരിത്രമെഴുതാൻ UDF ദമ്പതിമാർ. ഭാര്യ പി മായയും ഭർത്താവ് KK ഉണ്ണികൃഷ്ണനും അടുത്തടുത്ത വാർഡുകളിൽ ജനവിധി തേടുന്നു. ജീവിതത്തിലെ വിജയം ഇനി തിരഞ്ഞെടുപ്പിലും ലക്ഷ്യം. ജീവിതത്തിലെന്ന പോലെ പൊതുരംഗത്തും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ഒറ്റപ്പാലം നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളായ ദമ്പതിമാർ ഒരുങ്ങുന്നു. നിലവിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി മായയും ഭർത്താവ് റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ KK ഉണ്ണികൃഷ്ണനുമാണ് ഒറ്റപ്പാലത്ത് അടുത്തടുത്ത വാർഡുകളിൽ ജനവിധി തേടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മായ 22-ാം വാർഡ് പാലപ്പുറം വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും, ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്ത 23-ാം വാർഡ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നുമാണ് ഇത്തവണ മത്സരിക്കുന്നത്. അടുത്തടുത്ത വാർഡുകളിൽ നമുക്ക് ശുഭപ്രതീക്ഷ ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ ഇവർ നിൽക്കാന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ പാർട്ടിയുടെ നിർബന്ധം, അതുപോലെ 22-ാം വാർഡിലത്തെ നമ്മുടെ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഞാൻ 22-ാം വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശുഭപ്രതീക്ഷ ഉണ്ട്. ഇവിടെ നമ്മുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അടുത്ത 5 വർഷം കൂടി ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. എന്തായാലും അവിടെ പുതിയ വാർഡ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളൊരു വാർഡാണ്. എൻ്റെ സ്കൂളിലെ ശിഷ്യർ അവിടെ ഒരുപാട് പേരുണ്ട്. ആ ഒരു പരിചയം അവിടെ ധാരാളം ഉണ്ട്. പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അറിയുന്നതിനനുസരിച്ചിട്ട് അവിടെ ഓടിയെത്താറുണ്ട്. തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ളതാണ് ഇവിടെ 22-ാം വാർഡ് എന്ന് പറയുമ്പോൾ ദൂരത്തല്ല. അപ്പോൾ അവരുടെ ഏതൊരാവശ്യത്തിനും ഞാൻ അവിടെ എത്തും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അധ്യാപികയായ മായ കഴിഞ്ഞ തവണ NSS കോളേജ് വാർഡിൽ നിന്ന് 129 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കൗൺസിലറായി. അധ്യാപികയും KPSTA സംസ്ഥാന സമിതി അംഗവും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ മായ പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് വീണ്ടും മത്സരത്തിനിറങ്ങിയത്. എയർഫോഴ്സിൽ നിന്നും KSEB സൂപ്രണ്ടായും വിരമിച്ച ഉണ്ണികൃഷ്ണൻ വാർഡ് വിഭജനം അനുകൂലമാക്കാനുള്ള വാർഡ് കമ്മിറ്റിയുടെ ഏകകണ്ഠമായ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി മത്സരരംഗത്തെത്തുന്നത്. ഇരു വാർഡുകളിലും ജയിച്ചു കയറാനാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ ദമ്പതിമാർ. അല്ല, ഞാൻ കഴിഞ്ഞൊരു 2021-ലാണ് KSEBിൽ നോഡൽ ഓഫീസറായിട്ടൊക്കെ റിട്ടയർ ചെയ്തത്. അതിന് മുമ്പ് ഞാനൊരു 20 വർഷക്കാലം എയർഫോഴ്സിലുണ്ടായിരുന്നു. റിട്ടയർ ചെയ്ത് വന്നത് ഒരു 3 വർഷം മറ്റേ കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് LDC ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം KSEBിൽ ഇത് കിട്ടിയപ്പോൾ 15 വർഷം KSEB. ഇതെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് 21-ലാണ് വന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ ഈ പൊതു രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ കൗൺസിലറുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാർഡ് നമുക്കൊരു പിന്നെ നല്ല പരിചയമുള്ള വാർഡ് തന്നെയാണ്. കുറച്ച് പോർഷൻ പോലത്തെ ഈ 3 വാർഡ് കൂടുക കാരണം കുറച്ച് ഒരു 40% മറ്റുള്ള വാർഡുകൾക്ക് പോയി. 60% ഇവിടെ ഉണ്ട്. ബാക്കി കുറച്ച് ഭാഗം കൂട്ടിച്ചേർത്തു. അപ്പോൾ നല്ല പരിചയമുള്ള വാർഡ് തന്നെയാണ്. നല്ല ശുഭപ്രതീക്ഷ ഉണ്ട് എനിക്ക്.